അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വാൽപ്പാറ ടു മൂന്നാർ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ വാൽപ്പാറ ടൗണിൽ തന്നെയാണ് ഇപ്പോഴും. ടൗൺ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്സ് ആളിയാർ, നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ആളിയാർ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര പോകല്ലേ? അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് ആക്ച്വലി നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ വാൽപ്പാറയിൽ നിന്ന് മൂന്നാറാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇവരുടെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഇങ്ങനത്തെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എഴുതി വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഉള്ളിലേക്ക് വരാൻ. ആ ഒരു വണ്ടിയും ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം നമ്മൾ ക്ലീൻ ആവുന്നു, നോ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. ഇവിടെ വന്നപ്പോൾ നല്ല മയിലിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാനുണ്ട് കേട്ടോ. പക്ഷേ സാധനത്തിനെ കാണാനില്ല, നല്ല രസമായിട്ട് ശബ്ദമൊക്കെ കേൾക്കാനുണ്ട്. ഇവിടേക്ക് ഇപ്പുറത്തേക്ക് കയറി വന്നപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. വാൽപ്പാറ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലേക്ക് പോണ വഴിയിൽ വാൽപ്പാറ ജസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു പുള്ളിയുടെ ഒരു സ്റ്റാച്ചു. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് പുള്ളിയുടെ പേര് കാർവർ മാർഷ്. അതായത് ഈ ഡിസ്ട്രിക്റ്റ് കണ്ടുപിടിച്ചത് പുള്ളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അവരത് അതിൻ്റെ ഒരു ശൈലിയൊക്കെ സ്ഥാപിച്ചേക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നല്ല കിഡിലൻ വ്യൂ പോയിൻ്റ് ആട്ടോ. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ വ്യൂ പോയിൻ്റാണ്. പിന്നെ ഈ മുകളിൽ കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ കീഴ്പോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു കിഡിലൻ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. നല്ല തണുവുണ്ട് ഇവിടെ വന്നപ്പോൾ. അത് കാരണം ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽപ്പാണ് ഇപ്പോൾ. ക്രിസ്റ്റ അവിടെ ആരോ എന്തോ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. കുറേ നേരം ഇയാൾ വിശക്കണു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. നോക്കാം നമുക്ക് എന്തെങ്കിലും വഴിയിടിഞ്ഞ് കിട്ടുമെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് കാറ് കുറച്ച് അകലെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നടന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കേട്ടോ. രക്ഷയില്ലാത്ത കോടയൊക്കെയാണ് ഇറങ്ങി വരുന്നത്. കാണുമ്പോൾ ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ആളിയാർ ഡാമിൻ്റെ വ്യൂ പോയിന്റിനകത്താണ് വന്ന് നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് കേട്ടോ. നമുക്ക് താഴെ ഹെയർ പിൻസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വണ്ടികൾ കയറി വരുന്നത് ഇറങ്ങി പോകണതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന കാഷ്മെൻ്റ് ഏരിയ മൊത്തം ആളിയാർ ഡാമിൻ്റെ കാഷ്മെൻ്റ് ഏരിയയാണ്. പിന്നെ ഓൾമോസ്റ്റ് തമിഴ്നാടിൻ്റെ കൾട്ടിവേഷൻ ഏരിയയാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൗണും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങ് നീങ്ങിയിട്ടാണ്, തള്ളിയിട്ടാണ്. മോസ്റ്റ്ലി കൾട്ടിവേഷൻ ഏരിയാസാണ് ആ കാണുന്നത്. പാഡിയും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആളിയാർ ഡാമിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊള്ളാച്ചിക്ക് മുമ്പ് ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയേക്കുക. ഒരു തോപ്പ് കടയെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. സംഭവം ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നും നോക്കേണ്ടി വരും നമ്മൾ കയറിയിട്ട്. പക്ഷേ കൊള്ളാം. നല്ലൊരു ഓലപ്പുര മേഞ്ഞിട്ട് നല്ലൊരു പഴയൊരു സെറ്റപ്പിലേക്കാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രെമിസസൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സംഭവം കൊള്ളാം കേട്ടോ. ബാക്കി ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പറയാവേ എങ്ങനെയാണെന്ന്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് വളരെ നല്ല ഫുഡായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു. 150 രൂപയുള്ള ബിരിയാണി. അപ്പോൾ ബിരിയാണി കഴിച്ചു. സാലഡ്, അതിൻ്റെ കൂടെ ഒരു കുഴമ്പ് കിട്ടി. എന്ത് കുഴമ്പാന്ന് ഓർമ്മയില്ല. ഒരു കുഴമ്പ് ഏറ്റവും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അടുത്ത യാത്ര തുടങ്ങുകയാണ്. അടുത്തത് മൂന്നാറിൽ പോയിട്ട് എപ്പത്തൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ മണി 3 മിക്കവാറും വൈകുന്നേരം അവിടെ ചെന്ന് കയറുമ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കാണാം. നമ്മുടെ നാട്ടിലൊക്കെ വളരെ നല്ല ഈ ഒരു കാഴ്ച കാണാൻ കിട്ടില്ല നമ്മുടെ നാട്ടിൽ. എന്തായിരിക്കും ആ കാഴ്ച എന്നല്ല, വെയിറ്റ് ആൻഡ് സീ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ കാഴ്ച നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അത് ഒരു കാളവണ്ടിയാണ്, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനം. അപ്പോൾ ഇങ്ങനൊരു സാധനം നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി പാലക്കാട് അല്ലെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ഞാൻ കണ്ടിട്ടില്ല. മേ ബി എൻ്റെ ഒരു ചെറുപ്പത്തിലാണ് ഞാൻ ഈ കാളവണ്ടി കണ്ടിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ അത് കണ്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു സാധനം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഈ സാധനം കാണാൻ പറ്റും നമുക്ക്. അപ്പം നമ്മുടെ ക്രിസ്റ്റോനെ ഒന്ന് പ്രാങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുൽ പോയിട്ടുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ടോയ്ലറ്റിൽ പോയതാ. അപ്പോൾ ടോയ്ലറ്റിൽ പോയപ്പോൾ പുള്ളീനെ ഒന്ന് പറ്റിക്കാം, കാറ് മാറ്റിയിട്ട് നമ്മളൊന്ന് തപ്പട്ടെ ആള്, എന്നിട്ട് കിളി പോയ മാതിരി നിൽക്കും, അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയതാ. അപ്പോൾ അവനെയും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കയറട്ടെ കേട്ടോ. എന്തായിടാ എന്തായിടാ അല്ല എന്താ എന്തായിടാ എന്നെ നടത്തിച്ചതാണോ ഗോകുല? ആടന്നിട്ടില്ല ഇത് പറഞ്ഞത് യൂട്യൂബിലൂടെ ഇതിലിടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആനമല ടൈഗർ റിസർവിൽ കൂടെയാണ്. ടൈഗർ റിസർവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആന വട്ടം ചാടും, മൃഗങ്ങൾ വട്ടം ചാടുന്ന ഏരിയ ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളിതുവരെയായിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ സ്റ്റിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ. അതൊന്ന് നോക്കി നോക്ക്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ വന്നേക്കാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് ബോർഡർ കടന്ന് ചിന്നാർ വൈൽഡ് ലൈഫിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ എൻട്രി പോയിന്റ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് എൻട്രി എക്സിറ്റ് അടിക്കുന്ന തോന്നുന്നു. അതേമാതിരി ഇപ്പോൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രി അടിച്ചു. ഇനി ഈ കാർഡ് കഴിയുമ്പോൾ നമ്മളവിടെ എക്സിറ്റ് അടിക്കേണ്ടി വരും. രണ്ടും രണ്ട് എക്സ്റ്റെൻഡ് ആട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മാറിയപ്പോൾ മണ്ണും അതേപോലെ തന്നെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാടിൻ്റെ അങ്ങ് മാറി എന്നുള്ളതാണ് രസം. പക്ഷെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്ക്. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ രാത്രിയാണ് വന്നത് ഈ വഴി കൂടെ. അപ്പോൾ പുലിനെയൊക്കെ കണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാൻ എന്തായാലും. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫോറസ്റ്റാണ്, ലൈഫ് ഫ്ലോറ ആൻഡ് ഫോണയിൽ. നമുക്ക് നോക്കാം എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ. ആനവണ്ടി വന്നു. ഇവിടെ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ. ഇപ്പം നമ്മളെല്ലാവിധ കാലാവസ്ഥയിൽ കൂടി സഞ്ചരിച്ചു. തമിഴ്നാട്ടിൽ മൊത്തം ചൂട്, വാൽപ്പാറ ചെന്നപ്പോൾ തണുപ്പ്, ഇവിടെ മഴ, ഇനി വീണ്ടും മൂന്നാർ ചെന്ന് കൊടും തണുപ്പ്. അതിലേക്കാണ് ചെന്ന് കയറാൻ പോകണം നമ്മൾ. എന്തായാലും നമുക്ക് നോക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് മൃഗം പുറത്തിറങ്ങി വല്ല പാറമടയിലും എവിടെയെങ്കിലും കയറി വിളിച്ചിരിക്കും. പുലിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. മഴ നനയുന്നിട്ട് വെള്ളം നനയുന്ന പ്രശ്നം. എന്ത് പുലിയാണ് കുളിച്ചൂടെ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലംപെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ, അറൗണ്ട് 50 കിലോമീറ്ററിൻ്റെ അടുത്ത് മൂന്നാർക്കുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി ഇറങ്ങിയതാണല്ലോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല അടിപൊളി കട്ടൻ ചായ കിട്ടി. ഒരു ആംബിയൻസിന് പറ്റിയൊരു സംഭവമാണ്. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊരു സെറ്റപ്പൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക്
കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ചെറിയൊരു ഇത്. അപ്പോൾ നമ്മൾ മൂന്നാർ വന്ന് നിൽക്കുകയാണ്. മൂന്നാർ വന്നപ്പോൾ ഏകദേശമല്ല 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭയങ്കര ടെമ്പറേച്ചറാണ്, ഒരു രക്ഷയില്ല. ആകെ കോട്ടയൊക്കെ വന്ന് ഇപ്പോൾ ഇവിടേക്ക് ലൈറ്റൊക്കെ അടിച്ച് തരികയാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇറങ്ങിയിട്ട് ആനവണ്ടിയൊക്കെ വരുന്നുണ്ട്, കോട്ടയൊക്കെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കാണാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാമോശം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. ആനവണ്ടിയൊക്കെ പോകുന്നുണ്ട്, മഹാമോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തിയതാണ്. എന്തായാലും നമ്മളിതൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് മൂന്നാർ ടൗണിൽ പോകുന്നു, നമ്മൾ ഒരു ചായ കുടിക്കുന്നു, അല്ല വേറെ ചായ കുടിക്കുന്നു, ദെൻ നേരെ തൃശ്ശൂർ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. എന്തൊക്കെയോ വണ്ടികളൊക്കെ വരുന്നുണ്ട്, ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഭയങ്കര ശബ്ദമൊക്കെയാണ്. ട്രാക്ടർ വേണോ? അപ്പോൾ മൂന്നാർ ടൗണിലെത്തിയിട്ട് വൻ കോമഡിയാണ്. ഇവിടെ ഫുള്ള് ആൾക്കാർ റൂം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടിച്ചിട്ട് കളയുക. ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ പഴനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂം വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഓടി വന്ന് നമ്മളെ പിടിക്കും. ആ ഒരു സെറ്റപ്പാക്കി ഇവിടെ ഫീൽ ചെയ്യുമ്പോൾ സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും മൂന്നാർ ടൗണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇരുട്ടിലൂടെയുള്ള യാത്രയാണ്. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് അൽഫാം അടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ. അത് നമുക്ക് മുമ്പേ അറിയാവുന്ന ഹോട്ടലാണ്. നമ്മളൊരു 2 ഫുൾ അൽഫാമൊക്കെ മുമ്പ് കയറ്റിയിട്ടുള്ള അവിടെ, വലിയ കുഴപ്പമില്ല. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ എയർ വരണുണ്ടോ വായനൊക്കെ, അത്രയും ടെമ്പറേച്ചർ കൂടി ഉണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.